ഈ പെൺകുട്ടി വളരെ അമ്പരപ്പോടെയാണ് മനസ്സിലാക്കിയത് 5 വർഷങ്ങൾക്ക് മുമ്പുള്ള അവളുടെ എക്സ് ബോയ് ഫ്രണ്ടാണ് പുതിയ CEO എന്നുള്ള വിവരം. എന്നാൽ പെൺകുട്ടിക്കുണ്ടായിരുന്ന അമ്പരപ്പൊന്നും അവന്റെ മുഖത്തുണ്ടായതുമില്ല. അവൻ തീരെ ശ്രദ്ധ അവൾക്ക് നൽകിയതുമില്ല. അവളെ അറിയാത്ത പോലെ നടിക്കുകയായിരുന്നു. പെൺകുട്ടി ആദ്യം കരുതിയിരുന്നത് അവൻ ഇനി അവളുമായി യാതൊരു അടുപ്പവും വെച്ചു പുലർത്തേണ്ട കാര്യമില്ലെന്നാണ്. പക്ഷേ അവൾ തന്നെയാണ് മുൻകൈയെടുത്ത് അവരുടെ ബന്ധം യാതൊരു ദയയും കൂടാതെ അവസാനിപ്പിച്ചത്. പക്ഷേ പിന്നീട് അവൾ ഉള്ളിൽ ഭയന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒരുപാട് അസിസ്റ്റന്റ് ഉണ്ടായിട്ട് പോലും CEO ആവട്ടെ അവൾ തന്നെ അവന് കോഫി തയ്യാറാക്കി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ടൈ അവളെ കൊണ്ട് ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ പെൺകുട്ടി ടൈ ധരിപ്പിച്ചു കൊടുക്കുന്ന സമയം കൊണ്ട് തന്നെ യുവാവ് അവളെ തന്നിലേക്ക് അടുപ്പിച്ചിരുന്നു. പെൺകുട്ടിയെ ടേബിളിലേക്ക് ഇരുത്തിയതിനു ശേഷം തന്നെ ഉപേക്ഷിച്ച് പോയത് നീ മറന്നുപോയി കാണും. പക്ഷേ കഴിഞ്ഞ രാത്രിയിൽ നടന്ന കാര്യങ്ങളൊന്നും അവൾ മറന്നു കാണില്ല എന്നവൻ പറയുന്നു. തനിക്കൊന്നും അറിയില്ല എന്ന ഭാവത്തിൽ തന്നെ അവന്റെ മറുപടിയെ പെൺകുട്ടി നിഷേധിക്കുന്നു. എങ്കിൽ പിന്നെ അത് നിനക്ക് ഓർമ്മിപ്പിച്ച് തന്നിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് ടൈ കൊണ്ട് അവളുടെ കണ്ണ് കെട്ടാനായി അവൻ പോകുന്നുണ്ട്. പെൺകുട്ടിയാവട്ടെ ആ ടൈ തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ വല്ലാത്ത നാണക്കേടും ദേഷ്യവും ഒരേ സമയം തോന്നിയിരുന്നു. അവൻ വീണ്ടും അവളെ തന്നിലേക്ക് പിടിച്ചടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പെൺകുട്ടി അവനെ തട്ടിമാറ്റുന്നതിനിടയിൽ അവളുടെ നഖം കൊണ്ട് അവന്റെ കഴുത്തിൽ മുറിവുണ്ടാവുന്നു. പക്ഷെ അവൻ അവളോട് ദേഷ്യപ്പെട്ടില്ല. പിന്നീട് ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് എല്ലാവരും കാണത്തക്ക രീതിയിൽ തന്നെ ആ മുറിവിനെ അവൻ എക്സ്പോസ് ചെയ്യുന്നു. എന്ത് പറ്റിയെന്ന് ജനറൽ മാനേജർ തിരക്കിയ സമയത്ത് തന്നെയാണ് പെൺകുട്ടിയും അവിടേക്ക് കയറി വന്നത്. അവളെ കണ്ട ഉടനെ തന്നെ യുവാവട്ടെ ഈ മുറിവ് എങ്ങനെ പറ്റിയെന്ന് അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാനായി ആവശ്യപ്പെടുന്നു. എന്തായാലും അവരോട് സത്യങ്ങൾ പറയാൻ സാധിക്കില്ലല്ലോ, വേറെ മാർഗമില്ലാതെ അവനെ ഒരു പൂച്ച എള്ളിയതാണെന്ന് പെൺകുട്ടി കള്ളം പറയുന്നു. ഇത് കേട്ട ഉടനെ തന്നെ സിഇഒയെ നല്ല രീതിയിൽ പരിചരിക്കാൻ തന്നെ പെൺകുട്ടിയെ ജനറൽ മാനേജർ ശകാരിക്കാൻ തുടങ്ങുന്നുവെങ്കിലും ഇത് സിഇഒയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. തന്റെ പെണ്ണിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് അധികാരമെന്ന് ജനറൽ മാനേജറിനോട് വളരെ ദേഷ്യത്തോടെ തന്നെ സിഇഒ തിരക്കുന്നു. ഇപ്പോൾ പെൺകുട്ടിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, അവന്റെ ഉള്ളിൽ ഇപ്പോഴും അവളോട് ഇഷ്ടമുണ്ടെന്ന്. എന്നാൽ യുവാവിന് അറിയില്ലായിരുന്നു 5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പെൺകുട്ടി അവരിരുവരുടെയും കുഞ്ഞിന് ജന്മം നൽകിയ വിവരം. തന്റെ മകന്റെ ഐഡന്റിറ്റി എക്സ്പോസ് ആവുമോ എന്ന് ഭയന്ന പെൺകുട്ടി അന്ന് തന്നെ സിഇഒയ്ക്ക് റെസിഗ്നേഷൻ ലെറ്റർ നൽകുന്നു. പക്ഷെ അന്ന് രാത്രിയിൽ സിഇഒ അവളെ ഡിന്നറിന് കൂട്ടിക്കൊണ്ടുപോവുകയും അവളുടെ കൈ കരസ്ഥമാക്കിയതിനു ശേഷം അവൾക്ക് രാജിവെച്ച് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ വിവാഹം കഴിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ് അവളെ പ്രപ്പോസ് ചെയ്യുന്നു. എന്നാൽ പെൺകുട്ടി ഒരു മടിയും കൂടാതെ അവന്റെ കൈകൾ തട്ടിമാറ്റിയതിനു ശേഷം അവന്റെ വിവാഹ അഭ്യർത്ഥന നിരസിച്ചിട്ട് അവിടെ നിന്ന് പോവുകയായിരുന്നു. കാറിനുള്ളിൽ കയറിയപ്പോഴാണ് അവൻ ഇതിനോടകം തന്നെ അവളുടെ കൈവിരലിലേക്ക് മോതിരം ധരിപ്പിച്ചിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. ആ മോതിരം കസ്റ്റമൈഡ് ആയിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് അവരിരുവരും വിവാഹിതരാവാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് പ്രപ്പോസലിന് വേണ്ടി അവൻ തയ്യാറാക്കിയതായിരുന്നു ആ മോതിരം.